ഹായ് ഹലോ. അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി. അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒത്തിരി വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരമാവധി ആ വീഡിയോസും കൂടെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു തരാനാണ് വന്നത്. അപ്പം നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തായിരിക്കും നമുക്കുള്ള മത്സരങ്ങൾ കാര്യങ്ങൾ വരികയാണ്. ഇപ്പം ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഭ അവാർഡ് സീസൺ 1. അപ്പം ഇവിടെ നമുക്ക് മത്സരങ്ങൾ പങ്കെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. പ്രതിഭ അവാർഡ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നേടാം, പങ്കെടുക്കൂ, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇതിലുള്ളത്. അപ്പം അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട 80 ഭാഗങ്ങളുള്ള സീരീസ് ആയിരിക്കണം. ഇതിലൂടെ വരുമാനം ഫോളോവേഴ്സൊക്കെ കൂടുന്നതാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ പിന്നെ പ്രതിഭ അവാർഡ് ഒരുക്കുന്നത് വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നത് അംഗീകാരം മാത്രമല്ല അവാർഡും അവരെ തേടിയെത്തും. എഴുത്തുകാർക്ക് അതെന്ന അഭിമാനത്തോടെ സൂക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഗോൾഡൻ ബാഡ്ജ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ 30 വിജയികളെ കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസുകളും അവാർഡുകളും കൂടാതെ മറ്റുള്ള പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. പിന്നെ സമ്മാനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാം സമ്മാനം 9,000 രൂപയും ക്യാഷ് പ്രൈസ്, പിന്നെ അവാർഡ്, പിന്നെ അത് മറ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടാം സ്ഥാനം 7,000 രൂപയാണ്, പിന്നെ അവാർഡും കാര്യങ്ങളും. പിന്നെ മൂന്നാം സമ്മാനം 5,000 രൂപ. പിന്നെ 4 തൊട്ട് 10 വരെയുള്ള സ്ഥാനക്കാർക്ക് 2,000 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. 11 തൊട്ട് 30 വരെയുള്ളവർക്ക് 1,000 രൂപ വെച്ചിട്ടും സമ്മാനം കിട്ടുന്നതായിരിക്കും. ഇനി 31-നും 50-നും ഇടയിലുള്ള സ്ഥാനമുള്ളവർക്ക് ഫലത്തിൽ പ്രത്യേക പരാമർശം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും. ഇനി വായനക്കാരെ തിരഞ്ഞെടുത്ത രചനകൾക്കുള്ള സമ്മാനം, വായനക്കാർ തിരഞ്ഞെടുത്തവർക്കുള്ളത് ഉള്ള സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. പിന്നെ നിങ്ങൾക്കിവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഗോൾഡൻ ബാഡ്ജ് ജേതാക്കൾ മത്സരത്തിൽ യോഗ്യത നേടാൻ നിങ്ങളുടെ സീരീസ് നിർബന്ധമായിട്ടും പ്രീമിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അപ്പോൾ പ്രീമിയത്തിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഗോൾഡൻ ബാഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ പോലെ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. പിന്നെ 80 പാർട്ടെങ്കിലും നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ വേർഡ്സിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. 1000 വേർഡ്സിൽ ഒരിക്കലും കുറയാൻ പാടില്ല. പിന്നെ നമുക്ക് അതിൽ വിഭാഗം തിരഞ്ഞെടുക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രതിഭ അവാർഡ് സീസൺ 1 എന്നായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ മത്സരത്തിൻ്റെ നിയമങ്ങളൊന്നും പരിഗണിക്കാത്തവർക്കൊന്നും, അതായത് പാലിക്കാത്തവർക്കൊന്നും ഇതിൽ നമ്മുടെ സീരീസ് ഒന്നും അവർ എടുക്കില്ല. അതിനെക്കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. ആദ്യ ഭാഗം തന്നെ മുതൽ തന്നെ സ്വാഭാവികമായ രീതിയിലായിരിക്കും എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ അല്ലാണ്ട് എന്തെങ്കിലും പ്രൊമോയോ കാര്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ചിട്ട് എഴുതണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ മത്സരം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം 25-ാം തീയതി. അപ്പോൾ അതായത് ഇന്ന് 8-ാം തീയതി ആയി. അപ്പോൾ നിങ്ങൾ അതിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി തുടങ്ങാവുന്നതാണ്. അടുത്ത കൊല്ലം 2026 ജനുവരി 13-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എഴുതി തീർക്കണം. അപ്പോൾ മാർച്ചിൽ റിസൾട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഥേനെ സ്നേഹിക്കുന്നവർക്ക്, എഴുത്തിനെ സ്നേഹിക്കുന്നവർക്ക്, കൂടുതൽ ഫോളോവേഴ്സ് വേണമെന്നുള്ളവർക്ക്, വായനക്കാർ വേണമെന്നുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മത്സരങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾക്ക് വേറെയും ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രതിഭ അവാർഡിനെ കുറിച്ചിട്ട് സീരീസ് ഇന്ന് തന്നെ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് ഇതിൽ നമുക്ക് ഓരോ ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രതിഭ ഫെലോഷിപ്പ് പ്രോഗ്രാം, പിന്നെ റൈറ്റേഴ്സ് അവാർഡിൻ്റെ സൂപ്പർ കഥകൾ വായിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വായനക്കാർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ആദ്യത്തെ പാർട്ട് സാധാരണ പോലെ പോസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പാർട്ടോട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വായനക്കാർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക്
കൂടുതൽ കൂടുതൽ എഴുതാനുള്ള ഇൻട്രസ്റ്റും കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി മറ്റേ വിഭാഗം തിരഞ്ഞെടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു രചന പുതിയതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം എനിക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല. അപ്പം ഞാനൊരു വേറൊരു സ്റ്റോറി ഞാൻ എഴുതാൻ വെച്ചിരുന്നു, അതിൻ്റെ പേര് ഞാൻ എഴുതുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നാഗകാളി എന്ന് മാത്രമാണ് ഞാൻ എഴുതുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പ്രസിദ്ധീകരിക്കും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കഥകളിൽ കൂടുതൽ കാണൂ എന്നുള്ള ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കവർ ചിത്രം സൃഷ്ടിക്കുക അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ തരത്തിൽ കഥകളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രതിലിപി പ്രതിഭ അവാർഡ് സീസൺ 1 എന്ന് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെയും വിഭാഗങ്ങൾ നമുക്ക് അതിൽ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഇവിടെ ഈ രചന ഞാൻ സൃഷ്ടിച്ചതാണ് എന്നുള്ളിടത്ത് ടിക്ക് കൊടുത്തിട്ട് വേണം പ്രസിദ്ധീകരിക്കാനായിട്ട്. അങ്ങനെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ആ സ്റ്റോറി വരുന്നതായിരിക്കും. അപ്പോൾ അതാണ് വിഭാഗം തിരഞ്ഞെടുക്കുന്ന രീതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പ്രീമിയത്തിൽ ഉൾപ്പെടുത്തുന്ന രീതി കാണിച്ചു തരാം. അതിനു വേണ്ടി നമ്മുടെ രചന സെലക്ട് ചെയ്തിട്ട് മറ്റു വിവരങ്ങൾ തിരുത്തു എന്നുള്ളത് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമിൽ ചേർക്കൂ എന്നുള്ളിടത്ത് അതേ എന്ന് കൊടുത്തിരിക്കണം. അത് ഗോൾഡൻ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഇതുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യണമെന്നില്ല. അതാണ് മത്സരത്തിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം, ഇഷ്ടമുള്ള സ്റ്റോറി തുടങ്ങാം. ഇപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ 1000 വേർഡ്സ് ഓരോ പാർട്ട് വെച്ച് ഇടാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വേർഡ്സിൻ്റെ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മാസം 10 പാർട്ടെങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അതായത് ഗോൾഡൻ ബാഡ്ജ് കിട്ടി പ്രീമിയത്തിലായി രചന പോസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 15 പാർട്ട് വരെ ലോക്കിലും 15 കഴിഞ്ഞ 16ാമത്തെ പാർട്ട് തൊട്ട് നമ്മുടെ രചന ലോക്കിലായിരിക്കും. 16ാമത്തെ തൊട്ട് ലോക്കിലായിരിക്കും. ആ ലോക്കിലാകുമ്പോൾ ആ പാർട്ടുകൾ വായിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ 1000 വേർഡ്സ് ഉള്ള പാർട്ട് ഒരു മാസം 10 പാർട്ടിൽ മേലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1000 രൂപയുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ 1000 രൂപയുടെ കൂടുതലെങ്കിലും നിങ്ങൾക്ക് മാസം സമ്പാദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പാർട്ടുകളെ കുറിച്ചും മത്സരത്തിനെ കുറിച്ചും വിഭാഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ബൈ. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുക തന്നെ വേണം. അപ്പോൾ ഞാനത് എന്തായാലും മറുപടി പറഞ്ഞു തരാം.